ഇതുപോലെ പാതിരാ സമയമുണ്ടല്ലോ, അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് ഖുർആൻ ഓതിയാൽ ആത്മീയമായി വലിയ ചൈതന്യം ലഭിക്കുന്ന സമയമാണ്. ദിക്ർ ചൊല്ലിയാൽ വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീലാ. നബി തങ്ങളോട് തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഓ നബിയേ, തങ്ങൾ നീണ്ട സമയം നിസ്കരിക്കൂ നബിയേ രാത്രിയിൽ. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു, രാത്രിയിൽ നിന്ന് തങ്ങൾ അല്ലാഹുക്ക് സുജൂദ് ചെയ്യൂ നബിയേ. വസബ്ബിഹു ലൈലൻ തവീലാ, നീണ്ട സമയം രാത്രിയിൽ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തി നിസ്കരിക്കൂ നബിയേ. അത് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ഒരു വചനമുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ പാവപ്പെട്ട എന്റെയും നിങ്ങളെയും ഒക്കെ മനസ്സ് തട്ടി ഉണർത്തേണ്ട വാചകമാണ്. ഇന്നഹാഉലൈ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ആഖിറത്തെ കുറിച്ച് ബോധമില്ലാത്ത കൂട്ടരുണ്ടല്ലോ. യുഹിബ്ബൂനൽ ആജില, അവർ ഈ ഭൂമിലോകത്തുള്ള ആഡംബരങ്ങളിലും ഭൂമിലോകത്തുള്ള സുഖാനുഭൂതികളിലും ഭൂമിയിലുള്ള തൽക്കാലമായി ലഭിക്കുന്ന വിഷയങ്ങളിലും അവരതാ ശ്രദ്ധ ചെലുത്തുന്നു, അതവരുദ്ദേശിക്കുന്നു. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, അവരെ പിന്നൊരു ദിവസം വരാറുണ്ടല്ലോ, വല്ലാത്ത ഭാരമേറിയ ദിവസമാണല്ലോ. ഓരോരുത്തനും ചെയ്ത തെറ്റുകൾ അവനവൻ പേറി വരുന്ന ഒരു ദിവസം. ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ ഏറ്റവും നല്ല ഒരു അമല് സുബ്ഹിന് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. നമ്മൾ പരിശുദ്ധ റമളാനിലെങ്കിലും അതൊന്ന് പതിവാക്കാൻ നോക്കണേ. ഞാൻ ചുരുക്കട്ടെ പറഞ്ഞു വന്നത്, പാതിരാ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഖുർആൻ ഖത്ം ഓതിയാൽ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ബാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ ഇജാബത്തുള്ള ദുആയാണ്. ധർമ്മം ചെയ്തതിന് ശേഷമുള്ള ദുആ ഇജാബത്തുള്ള ദുആയാണ്. കഅബയുടെ സമീപത്ത് 15ഓളം സ്ഥലങ്ങൾ ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്.